മിസ്റ്റർ ഇമോഷണൽ പൂക്കി, ഇനി ഒരു വീഡിയോ വേണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ സമ്മതിക്കില്ലെന്ന്. എനിക്ക് നിന്റെ മനുഷ്യത്വം കാണാതെ പോകാൻ പറ്റുന്നില്ല. എന്തായാലും കഷ്ടപ്പെട്ട് ഇന്നലെ വന്ന് നീ ഒരു മെസ്സേജ് നീ എനിക്ക് അയച്ചായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോ ഈ 1,00,000 അടുപ്പിച്ച ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം നിന്റെ ഫേസ് അവിടെ ഉള്ളതുകൊണ്ടല്ല. നിന്നെ പോലെയുള്ള കുറെ നാറുകളുടെ പാലസ്തീൻ മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പട്ടിപ്രാസനോ അതും അല്ലെങ്കിൽ കുറെ ആൾക്കാർ, അതായത് ഭൂരിഭാഗം ആൾക്കാർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ വീഡിയോ അത്യാവശ്യം റീച്ച് കയറിയത്. എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ ഇമോഷണൽ പൂക്കിയോട് ഞാൻ ഒരു കാര്യം വെല്ലുവിളിക്കുന്നു. നീ വന്ന് പറഞ്ഞല്ലോ എനിക്ക് 1,00,000 രൂപ തരാൻ വെല്ലുവിളിക്കുന്നു എന്ന്. നീ ഇത്രയും മനുഷ്യ സ്നേഹമായ സ്ഥിതി എനിക്ക് ആ 1,00,000 വേണ്ട. പകരം നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പാലസ്തീനിലുള്ള കുറെ ആൾക്കാരില്ലേ അവർക്ക് ആ 1,00,000 നീ കൊടുക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവിടെ പോയി സഹായിക്കണം. അവിടെ ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ് അവരിപ്പം എന്താ പറയുക പണ്ടത്തെ പോലെ ആവാനുള്ള ശ്രമത്തിലാണ്. പറ്റുമെന്ന് നീ നിന്റെ മനുഷ്യ സ്നേഹം വെച്ച് പോയി സഹായിക്കും. 2, നൈജീരിയനെ കുറിച്ച് നീ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കമന്റ് ബോക്സിൽ പിന്നായിട്ട് കമന്റ് ഇടുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ വീഡിയോയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. പിന്നെ നൈജീരിയയുടെ കാര്യത്തിൽ ഞാൻ വീണ്ടും നിന്നെ വെല്ലുവിളിക്കുന്നു. നീ ഒരാളാണെങ്കിൽ, സോറി അങ്ങനെ പറയുന്നില്ല, അതൊരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നീ ഒരു മനുഷ്യ സ്നേഹിയാണെങ്കിൽ അല്ലെങ്കിൽ കപടമായിട്ടുള്ള മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ നൈജീരിയനെ കുറിച്ച് വാദോരാതെ നീ സംസാരിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നീ ചെയ്യും. അതിൽ നീ ഈ ഒരു പറഞ്ഞ ഡയലോഗ് അതേപോലെ തന്നെ എടുത്തു പറയണം. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ നോക്കണേ. എന്നിട്ട് ഇവിടെ ഇതേപോലെ തന്നെ ജേഴ്സി മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തരാം, അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇതേ ഇമോഷണലിൽ ഇതേ രീതിയിൽ നിനക്ക് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ നീ വീഡിയോ ചെയ്യും, വെല്ലുവിളിക്കുന്നു. കാരണം നിന്റെ മനുഷ്യ സ്നേഹം നാട്ടുകാർ മൊത്തം കാണട്ടെ. കാരണം ഇത്രയും മനുഷ്യ സ്നേഹം നിനക്കും 2 മക്കളിൽ എന്നൊക്കെ പറഞ്ഞ അഖിൽമാരോട് നീ അത്രയും എന്താ പറയുക ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ. സോ അതായത് മനുഷ്യന്മാരെ എവിടെ വിഷമം കണ്ടാലും നീ അത് ഇടപെടുന്ന ഒരാളല്ലേ. കയ്യിൽ നിന്ന് പൈസ ഇട്ട് ജേഴ്സി വരെ സ്പോൺസർ ചെയ്യുന്ന ആളല്ലേ. സോ ഈ ഒരു മനുഷ്യ സ്നേഹം നീ ഒരു വീഡിയോയിൽ പറ, ഇതേ ഡയലോഗ് വെച്ചിട്ട് നീ ഒരു വീഡിയോയിൽ പറ. സോ കൂടുതലായിട്ടൊന്നുമില്ല ഇമോഷണൽ പൂക്കി. ഇനി വെറുതെ DM-ൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണ്ട. നീ തന്നെയാണ് ഓരോ സാധനങ്ങളും എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത്. പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ വെല്ലുവിളിച്ചതാണ്, പറ്റുമെങ്കിൽ നീ ചെയ്യണം. കാരണം കുറെ ദിവസമായി ഇന്നലെ വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു വീഡിയോ, അതായത് കമന്റ് ബോക്സിൽ പറഞ്ഞ കാര്യം വന്നാൽ നമുക്ക് പറയാം നീ ഒരു മനുഷ്യ സ്നേഹിയാണെന്ന്, അല്ലെങ്കിൽ നീ വെറും ആണ്.